ഹല്ലേലൂയ. യൂദായുടെ ലേഖനം വാക്യപ്രതിവാക്യമായി നാം പഠിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നാം 5, 6, 7 വാക്യങ്ങളെ നമ്മൾ ഒന്നായി ചേർത്ത് പഠിക്കുകയാണ്. 25 വാക്യങ്ങളെ നമ്മൾ ആവോളം ആഴത്തിലേക്ക് ഇറങ്ങി ഓരോ വാക്യങ്ങളുടെയും അകത്ത് അന്തർലീനമായി കിടക്കുന്ന മുത്തുകളെ പെറുക്കിയെടുക്കുവാൻ നാം കൊതിക്കുകയാണ്. 5, 6, 7 വാക്യങ്ങളിൽ 3 ന്യായവിധികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടവർ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവജനത്തിൻ്റെ മേലുള്ള ന്യായവിധിയെ നാം കണ്ടു. 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൂതന്മാരുടെ മേലുള്ള ന്യായവിധിയെ നാം കണ്ടു. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ സൊദോം ഗൊമോറ പട്ടണങ്ങളുടെ ന്യായവിധിയെയാണ് നാം കാണുന്നത്. ദൂതന്മാരുടെ മേൽ സംഭവിച്ച ന്യായവിധിയുടെ കാരണത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വാഴ്ചയെ അവർ സൂക്ഷിച്ചില്ല, അവരുടെ പ്രോപ്പർ ഡ്വെല്ലിംഗ്, അവരുടെ സ്വന്തമായിട്ട് അവർക്ക് നിയോഗിക്കപ്പെട്ട വാസസ്ഥലങ്ങളെ അവർ സൂക്ഷിച്ചില്ല എന്നുള്ള ഭാഗങ്ങളൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7-ാം വാക്യം. 7-ാം വാക്യം വായിച്ച് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 7-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുപോലെ സൊദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 7-ാം വാക്യം നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. ആ വാക്യത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുക്കാം. നമ്മളിതിനെ പൊതുവെ സൊദോം ഗൊമോറ ന്യായവിധി എന്നാണ് ഒറ്റയടിക്ക് പറയുന്നത്. സൊദോമിലും ഗൊമോറയിലും ഇറങ്ങിയ ദൈവത്തിൻ്റെ തീ, അത് പെരിഞ്ചൂളയിൽ പുക പോലെ പൊങ്ങി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ചാവുകടലിന് സമീപമായിട്ടുള്ള പട്ടണങ്ങളായിരുന്നു സൊദോമും ഗൊമോറയും. പക്ഷേ ഈ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സൊദോം ഗൊമോറയുടെ ന്യായവിധിയിലേക്കല്ല ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. സൊദോം ഗൊമോറയുടെ ന്യായവിധി നമ്മൾ ഒത്തിരി കേട്ടതും പഠിച്ചതുമായ വിഷയമാണ്. പക്ഷേ ആ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ആ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം, അതാണ് ഇന്ന് ആദ്യമായി ഞാൻ ആ വാക്യത്തിൽ നിന്ന് എടുത്ത് കാണിപ്പാൻ ആഗ്രഹിക്കുന്നത്. സൊദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ ചുറ്റുമുള്ള പട്ടണങ്ങൾ അവർക്ക് സമമായി. അപ്പോൾ സൊദോമും ഗൊമോറയും മാത്രമല്ല ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നശിക്കപ്പെട്ടത്, ചുറ്റുമുള്ള പട്ടണങ്ങൾ അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിപ്പാൻ ആഗ്രഹിക്കുന്നത് ചുറ്റുമുള്ള പട്ടണങ്ങളുടെ ന്യായവിധി എന്നുള്ള വിഷയമാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിക്കട്ടെ, ഒരു പാപിക്ക് മാത്രമല്ല ന്യായവിധി, പാപിയുടെ കൂടെ നടക്കുന്നവർക്കും ന്യായവിധിയുണ്ട്. സൊദോം ഗൊമോറയിൽ മാത്രമല്ല തീയിറങ്ങിയത്, സൊദോം ഗൊമോറയുടെ ചുറ്റുമുള്ള പട്ടണങ്ങളിലും ശിക്ഷാവിധി സംഭവിച്ചു. ചുറ്റുമുള്ള പട്ടണങ്ങളിലും തീയിറങ്ങി. ആ ചുറ്റുമുള്ള പട്ടണങ്ങളിലും നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സംഭവിച്ചു. ചുറ്റുമുള്ള പട്ടണങ്ങളും ഇന്നും ദൃഷ്ടാന്തമായി കിടക്കുകയാണ്. അപ്പോൾ നാം ചെയ്യുന്ന പാപങ്ങൾ മാത്രമല്ല നമ്മുടെ ശിക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങൾ നമ്മളെ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോകും. സൊദോം ഗൊമോറ പട്ടണങ്ങൾ മാത്രമല്ല, ആ പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങൾ. ഇവിടെയാണ് ദൈവസഭയുടെ വേർപാട് എന്ന് പറയുന്ന ഉപദേശത്തെ നമുക്ക് അതിതീക്ഷ്ണമായി കാണുവാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു പാപിയായ മനുഷ്യനോട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, നമുക്ക് പാപികളോടുകൂടെ ചേർന്ന് നടന്നാലും നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ട്, ഞാൻ ആ പാപം ചെയ്യാതെ ഇരിക്കാം എന്നൊക്കെ നമ്മളിൽ അനേകർ വീമ്പ് പറയാറുണ്ട്. ഞാൻ അതിനെ അങ്ങനെ പറയുകയാണ്, വീമ്പ് പറയാറുണ്ട്, വെറുതെ തള്ളുകയാണ്. സൊദോം ഗൊമോറയുടെ ചുറ്റുമുള്ള പട്ടണങ്ങളുടെ മേൽ ശിക്ഷാവിധി വന്നു. ഇന്ന് എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകൾ, നിങ്ങളുടെ റിലേഷനുകൾ, നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ, അത് നിങ്ങൾക്കൊരു ശിക്ഷാവിധിക്ക് കാരണമാകുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകരുത്. റോമാലേഖനം 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ വ്യക്തമായി 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായത്തിനകത്ത് പറയുന്നതും ഈ സൊദോം ഗൊമോറയുമായി ബന്ധപ്പെട്ട ഒരു പാപവും സൊദോം ഗൊമോറയുമായി ബന്ധപ്പെട്ട ന്യായവിധിയാണ്.
അവർ പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന ശാരീരിക ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്ന് സൊഡോമിസത്തെ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 32-ാം വാക്യം, അതൊന്ന് വായിക്കേണ്ടിയ വാക്യമാണ്. മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും ആ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മദ്യപിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരും. മദ്യപിക്കുന്നതൊരു പാപമാണെന്ന് അറിഞ്ഞ് അത് അവരോടുകൂടെ മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ആ മദ്യപാനികളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയും ഏഷണി പറയാറില്ല, പക്ഷേ നിങ്ങളുടെ അടുക്കൽ ഏഷണി പറയുന്ന ഒരാളുടെ ഏഷണി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരാളെയും വിമർശിക്കുന്നില്ല, നിങ്ങൾ ഒരു പാസ്റ്ററെയും കുറ്റം പറയുന്നില്ല, പക്ഷെ നിങ്ങൾ നിരന്തരമായി പാസ്റ്റേഴ്സിനെ അപഹസിക്കുന്ന, അഭിഷക്തന്മാരെ വിമർശിക്കുന്ന വീഡിയോസ് മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുകയും കാണുകയും ചെയ്യുന്നുവെങ്കിൽ, ആ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നറിഞ്ഞിട്ടും അവ ചെയ്യുന്നവരിൽ നിങ്ങൾ പ്രസാദിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് ഹിതമല്ല. ഇവിടെയാണ് വേർപാടിൻ്റെ പ്രസക്തി. ഇന്ന് നമ്മളിൽ അനേകരും ദൈവസഭയെയോ സഹോദരങ്ങളെയോ കുടുംബങ്ങളെയോ ഒന്നും കുറ്റം നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മളിൽ അനേകരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താണെന്നറിയാമോ? ഈ കുറ്റം പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക എന്ന്. സൊദോം ഗൊമോറ പട്ടണങ്ങൾ മാത്രമല്ല നശിക്കപ്പെട്ടത്, സൊദോം ഗൊമോറയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ മേലും തീ വീണുവെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം 2 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ചെന്നു ചേരുന്ന പട്ടണത്തിലെ ജനങ്ങളുടെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്, അവരുടെ മര്യാദകൾ നിങ്ങൾ ആചരിക്കരുത്. യു മസ്റ്റ് ഹാവ് എ സെപ്പറേഷൻ. നിങ്ങൾക്കൊരു വേർപാടുണ്ടാകണം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾ എനിക്ക് പുത്രീപുത്രന്മാരായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും പിതാവുമായിരിക്കും. There must be a deep separation. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസ് പറയുന്ന വേർപാട് എന്ന് പറയുന്നത്, കൊള്ളരുതാത്തവരോട് വേർപെടുക എന്ന് പറയുന്നത് ലോകത്തിലുള്ളവരോടാണെങ്കിൽ നമ്മൾക്ക് പിന്നെ ആരോടും സഹകരിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് സഭയ്ക്കകത്തു പോലും ഒരു വേർപാടുണ്ടാകണമെന്ന് പറയുകയാണ്. മോശ സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വേർപാട് രൂപീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ ഇവിടെ വന്ന് നിൽക്കട്ടെ. അപ്പോൾ ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് പോലും ഒരു വേർപാട് സംഭവിക്കുകയാണ്. സഭയ്ക്കകത്തൊരു വേർപാട് ഉണ്ടായിരിക്കണം, സമൂഹത്തിൽ ഒരു വേർപാടുണ്ടായിരിക്കണം. സൊദോം ഗൊമോറ പട്ടണങ്ങൾ മാത്രമല്ല, ചുറ്റുമുള്ള പട്ടണങ്ങളിൽ കൂടെ ന്യായവിധി സംഭവിച്ചുവെന്നാണ് പറയുന്നത്. ഇന്ന് ഈ ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വാക്യത്തിൽ ഇനിയും സംഗതികൾ നമുക്ക് ധ്യാനിപ്പാനുണ്ട്. ഞാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പേ എല്ലാ വിഷയങ്ങൾ കൂടെ പറഞ്ഞു പോയാൽ വിഷയങ്ങളുടെ തീവ്രത കുറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഒരു വിഷയത്തെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ച് ഉണർത്തി അവസാനിപ്പിക്കുകയാണ്. ചുറ്റുമുള്ള പട്ടണങ്ങളുടെ മേൽ ശിക്ഷാവിധി വന്നു. നമ്മളുടെ ബന്ധങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ, നമ്മളുടെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. ഞാൻ ഒന്ന് പറയാം, പണി കിട്ടുന്ന ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമ്മുടെ അനുഗ്രഹത്തെ തടസ്സം ചെയ്യുന്ന ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമ്മുടെ അനുഗ്രഹങ്ങളെ കെടുത്തിക്കളയുന്ന ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമ്മളുടെ ബന്ധം കർത്താവിനോടായിരിക്കട്ടെ. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 17, പിതാവേ, നാം തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നായിരിക്കട്ടെ. യേശു പാപികളുടെ സ്നേഹിതനാണെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ കുറിച്ച് പറയുന്നു, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറുപെട്ടവൻ. യേശു പാപികളോട് വേറുപെട്ടവനായിരുന്നു. സൊദോമിനോടും ഗൊമോറയോടും ചേർന്ന് നടക്കരുത്, അവർക്ക് സമമായി ദുർനടപ്പാചരിക്കരുത്, അവരെ പോലെ നടക്കരുത്, അവരെ പോലെ ആചരിക്കരുത്, അവരെ പോലെ ചിന്തിക്കരുത്. നമ്മുടെ ചിന്തകളിൽ വേർപാടുണ്ടാകട്ടെ, നമ്മുടെ നടപ്പിൽ വേർപാടുണ്ടാകട്ടെ, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ വേർപാടുണ്ടാകട്ടെ. ഈ വേർപാടാണ് നമ്മളെ ദൈവത്തിന് കൊള്ളാകുന്നവരായി, ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്ത്
ശക്തരാക്കി നിർത്തുന്നത്. ഈ ദിവസം നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തരുന്നു. അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. തികഞ്ഞ ദൈവഭയത്തോടുകൂടെ പാപത്തോട്, പാപികളോട് വേർപാട് പുലർത്തി ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധിയുടെ വലയത്തിനുള്ളിൽ സുരക്ഷിതമായിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. ഞങ്ങൾ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.